അക്കൗണ്ടിംഗ് എൻഹാൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊരു സ്ഥാപനത്തിനായാലും അവരുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെല്ലാം അക്കൗണ്ടുകളിലൂടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്? ആദ്യമായി അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനമായും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ആ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിംഗ് റെക്കോർഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവശ്യമാണ്. രണ്ടാമത്തെ, ഏതൊരു സ്ഥാപനത്തിലെയും പോലെ തന്നെ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് വിലയിരുത്തണം. ഓരോ വർഷവും അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുക എന്നുള്ളത് അനിവാര്യമാണ്. മൂന്നാമത്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കണം. ഈ മൂന്ന് കാര്യമാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പ്രധാനമായും ഉണ്ടാക്കേണ്ട രേഖകൾ. ഏറ്റവും പ്രധാനപ്പെട്ട അവര് ക്യാഷ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അവരുടെ കറണ്ട് ഇയറിന്റെ പെർഫോമൻസ് വിലയിരുത്തപ്പെടണം. അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കണം. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ഏത് അക്കൗണ്ടുകളിലൂടെയാണ് ഉണ്ടാക്കുക മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിലൂടെയാണ്. കറണ്ട് ഇയേഴ്സ് പെർഫോമൻസ് അവർ വിലയിരുത്തപ്പെടുന്നത് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ്. അതേപോലെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇവ എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏത് റെക്കോർഡുകൾ കൂടെയാണ് ഇവ കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. ആദ്യമായി നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഐഡന്റിഫൈ ദ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ എന്ത് അക്കൗണ്ടാണ് സാധാരണ നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക? എല്ലാവർക്കും അറിയാം, ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഏത് ബിസിനസ് സ്ഥാപനമായാലും അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിലൂടെയാണ്. കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം. ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഡൊണേഷൻ റിസീവ്ഡ്, സാലറി പെയ്ഡ്, ഫർണിച്ചർ പർച്ചേസ്. അപ്പൊ ഇവയുടെ ഒരു ജേണൽ എൻട്രി നമ്മൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ ക്യാഷ് ബാലൻസ് ഒരു അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. എന്നാൽ അവരുടെ കയ്യിൽ തുടങ്ങുമ്പോൾ 6000 രൂപയുടെ ക്യാഷ് ബാലൻസ് കയ്യിലുണ്ട്. അതേപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ജേണൽ എൻട്രി നമുക്കറിയാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. അടുത്ത റെന്റ് റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് അക്കൗണ്ട്. ഡൊണേഷൻ റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡൊണേഷൻ. സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? ആദ്യമായി ഓപ്പണിംഗ് ബാലൻസ് ഇതിൽ എഴുതും. കാരണം ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്, അസറ്റുകളൊക്കെ ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് ക്യാഷ് ബാലൻസ് എഴുതും.
രണ്ടാമത്തെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. നമുക്ക് ജേണൽ എൻട്രി അറിയാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് ടു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. റെന്റ് റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് റെന്റ് ടു റെന്റ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. ഡൊണേഷൻ റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡൊണേഷൻ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് ടു ഡൊണേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് ബൈ സാലറി എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. ഫർണിച്ചർ പർച്ചേസ്ഡ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. ദെൻ നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതും. അത് ഡെബിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ടു ബാലൻസ് ത്രോ ഡൗൺ എന്ന് എഴുതും. ഇതാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്നാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ പ്രിപ്പയർഡ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻ ദ പ്ലേസ് ഓഫ് ക്യാഷ് അക്കൗണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാഷ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് പകരമാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പൊ വെറുതെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്നുള്ള അതിന് പകരം നമ്മൾ ഹെഡിങ് എന്ത് കൊടുക്കും? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് കൊടുക്കും. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ക്യാഷ് അക്കൗണ്ടിന് തുല്യമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇതിന് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ എല്ലാ ക്യാഷ് റെസീപ്റ്റും എഴുതും, എല്ലാ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ക്യാഷ് പേയ്മെന്റും എഴുതും. അതുകൊണ്ട് തന്നെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിനെ റെസീപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ പേയ്മെന്റ് സൈഡ് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? ഫസ്റ്റ് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് റെക്കോർഡ് ദ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. എവിടെ? ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോട്ട് ഔട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എൻ്റർ ഓൾ ക്യാഷ് റെസീപ്റ്റ്. എല്ലാ ക്യാഷ് റെസീപ്റ്റും എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എൻ്റർ ഓൾ പേയ്മെന്റ്സ്. എല്ലാ പേയ്മെന്റുകളും എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും, അല്ലെങ്കിൽ പേയ്മെന്റ് സൈഡിൽ എഴുതും. നാലാമത്തെ സ്റ്റെപ്പ് ബാലൻസ് കണ്ടുപിടിക്കും. ഇതാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എങ്കിൽ എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട് ആൻഡ് പ്രിപ്പയർ ടു റെക്കോർഡ് ഓൾ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്. ഇതൊരു റിയൽ അക്കൗണ്ട് സ്വഭാവമുള്ള അക്കൗണ്ട് ആണ്. മൂന്ന് തരമുള്ള അക്കൗണ്ട് ഉണ്ട്: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് സ്വഭാവമുള്ള അക്കൗണ്ട് ആണ്. അത് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? ടു റെക്കോർഡ് ഓൾ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്. എല്ലാ ക്യാഷ് റെസീപ്റ്റും എല്ലാ ക്യാഷ് പേയ്മെന്റുകളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ലിeu ഓഫ് ക്യാഷ് അക്കൗണ്ട്. ഇത് എന്തിന് പകരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്ഥാപനം പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് അക്കൗണ്ടിന് പകരമാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. Therefore, receipt and payment account is a real account and prepare to record all cash receipt and payment. It is prepared in lieu of cash account. Thank you.